നിങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ കുറേ മയ്യത്ത് കുളിപ്പിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി വരെ ഞാൻ കുളിപ്പിക്കാൻ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുകയും മയ്യത്ത് കുളിപ്പിച്ചിട്ട് നമുക്കൊരു വസ്ത്രമുണ്ട്, അതായത് നമുക്ക് എല്ലാവർക്കും ലാസ്റ്റ് കിട്ടുന്ന ഒരു വസ്ത്രം. അതിന് സ്റ്റിച്ചുകളില്ല, അതുപോലെ പോക്കറ്റുകളില്ല, അക്കങ്ങളില്ല, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ള എഴുത്തുകളൊന്നും ഇല്ലാത്തൊരു അവസാനത്തെ തുണി നമുക്ക് കിട്ടാണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കിബിലക്ക് നേരെ ഫേസ് തിരിച്ചു വെക്കൽ, നമ്മൾ മുട്ടുകാല് ഈ കുഴിൻ്റെ മേലെ ഇങ്ങനെ കുത്തി വെച്ചിട്ട്, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നുണ്ടാവും. ഇപ്പം പൊതുവെ ചെറുപ്പക്കാരൊന്നും ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും മുന്നിലേക്ക് വരുന്നില്ല. പഠിക്കാനും ഈ മയ്യത്ത് കുളിപ്പിക്കുന്നത് പഠിക്കാനും മുന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇപ്പോൾ ഇതേ ഒരവസ്ഥ എനിക്കും വരുമല്ലോ, ഞാനും ഇതേപോലെ ചലനം മറ്റ് കിടക്കും. മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, നമ്മുടെ കൈയും കാലും ഒക്കെ തണുത്തിട്ട് പിന്നെ ഉറച്ചിരിക്കും. പിന്നെ നമുക്കത് കുളിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുമ്പോഴൊക്കെ നമുക്കത് അനുഭവമുണ്ട്. അത് കുറച്ച് പയക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി പറ്റ ഉറക്കും. ഫ്രീസറിലൊക്കെ വെച്ച ബോഡിയൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുകയും നമുക്ക് ഇങ്ങനത്തെ ഒരവസ്ഥയൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണോ, ഖബറിലേക്കാണെങ്കിലും ഇനിയിപ്പോൾ ചിതയിലേക്കാണെങ്കിലും നമ്മൾ സ്വയം നടന്ന് നമ്മൾ പോകില്ല. ഇതിനൊരു 4 ആളെങ്കിലും നമ്മൾ കണ്ടെത്തണം. അതായത് ഞാൻ പറഞ്ഞത്, ഒരാളെയും നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല, ഒരാളെയും നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഖബറിലേക്കാണെങ്കിലും ചിതയിലേക്കാണെങ്കിലും സ്വയം ഒരാൾ ഇതുവരെ നടന്നു പോയിട്ടില്ല ഉണ്ടോ. ഒരു ഖബറിൽ പോയിട്ട് അവിടെ കടന്നിട്ട് ഒരാൾ മരിച്ചിട്ടില്ല. അപ്പം ഇത് ഇവിടെ കൊണ്ടുപോയി വെക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഒരു 4 ആളെങ്കിലും മിനിമം വേണ്ടേ. അതിനുള്ള വർക്കൊക്കെ ചെയ്തോളി തരും. ഓക്കെ, ബൈ ബൈ.